നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പാകിസ്ഥാൻ അയൽ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുരാജ്യം, പ്രഖ്യാപിത ശത്രുരാജ്യം. അതിന്റെ കൂടെ ചൈനയും ഒരു പരിധി വരെ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ശത്രുതയിൽ കാണുന്ന അല്ലെങ്കിൽ ശത്രുവായിട്ട് നമ്മളുടെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. സ്ഥിതിഗതികൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനകത്ത് ആ രാജ്യത്തിന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കുഴപ്പത്തിലാകുമ്പോഴാണ് സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണെന്ന് പറയുന്നത്. അതായത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ രാജ്യത്തിന് വെളിയിലുള്ള രാജ്യങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ രാജ്യത്തോട് ആഗോളതലത്തിൽ ലോക നിലവാരത്തിൽ രാജ്യങ്ങൾ ആ രാജ്യത്തെ കാണുന്നുള്ള രീതി, ഇതൊക്കെ കൂട്ടിവാചിക്കുമ്പോൾ പാകിസ്ഥാൻ ഇപ്പം ലോകത്തെ ഏറ്റവും മോശപ്പെട്ട രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനകത്ത് നടക്കുന്ന വിഷയങ്ങൾ ആരും മുഖവിലക്കെടുക്കാറില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ രാജ്യങ്ങളുടെ പേരിലും ഓരോ രീതിയിലുള്ള തിട്ടൂരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുള്ളിയെ ഏറ്റവും ശ്രദ്ധേയനാവുന്നത് പുള്ളിയുടെ രാജ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ജനതയ്ക്ക് വേണ്ടിയും ആദ്യം സംസാരിക്കുന്ന ഒരു ലോക നേതാവാണ്. ലോക നേതാവ് എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ലോക പോലീസ് എന്നൊക്കെ പറയുന്നതാണല്ലോ അമേരിക്ക, അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രസിഡന്റ് ആണ് അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഖൈബർ പത്തുങ്ക മേഖലയിലും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലും ഉള്ള പോക്ക്, പാകിസ്ഥാനിലേക്കുള്ള പോക്ക് അമേരിക്കൻ പൗരന്മാർ നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോക്ക്, അത് ഏത് രീതിയിലായാലും, ബിസിനസ്സിന് വേണ്ടിയായാലും അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടിയായാലും ഏത് രീതിയിലുള്ള പോക്കായാലും അത് നിർത്തിക്കൊള്ളണം എന്ന് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്നാഥ് സിംഗ്, അതായത് നമ്മുടെ ഈ പ്രതിരോധ മന്ത്രി, അദ്ദേഹം പറഞ്ഞു POK, അതായത് പാക് ഒക്കുപൈഡ് കാശ്മീർ, ഇത് പലപ്പോഴും നമ്മളുടെ ഭാഗമായിട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടേതാണ്, അത് പിടിച്ചു വെച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ ഇതിനെപ്പറ്റി കാശ്മീർ വിഷയം വരുമ്പോഴും അല്ലെങ്കിൽ ഏത് അർത്ഥത്തിലും എപ്പോഴും കാശ്മീരിലെ വിഷയവും അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള തർക്കം വരുമ്പോഴും ഈ പ്രദേശത്തെ പറ്റി തർക്കം വരാറുണ്ട്. അത് ഇന്ത്യയുടെ ഭാഗമാകണം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഇന്ത്യയുടെ ഭാഗമാണ്, അവർക്ക് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് താല്പര്യം. അവിടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ആ ഏരിയ സ്വതന്ത്ര അധികാരത്തിലാണ്. പക്ഷെ അവിടുത്തെ പ്രസിഡന്റിനെ ഒക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനാണ്. എന്നാലും ഇപ്പം പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ തിട്ടൂരങ്ങളെ മുഖവിലേക്ക് എടുക്കാതെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പോലീസിനോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിനോ പട്ടാളത്തിനോ ഒന്നും കയറാൻ പറ്റാത്ത രീതിയിൽ ബലൂചിസ്ഥാൻ വിമോചനവാദികളൊക്കെ വളരെ കാലം കൊണ്ടേ ഈ പറയുന്ന പാക് ഒക്കുപൈഡ് കാശ്മീർ വെച്ചിരിക്കുകയാണ്. ഇപ്പം രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാക് ഒക്കുപൈഡ് കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമയമായി. അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ കരുത്തനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ബലമനുസരിച്ച് പാക് ഒക്കുപൈഡ് കാശ്മീർ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഒമർ അബ്ദുള്ളയും പറഞ്ഞു പാക് ഒക്കുപൈഡ് കാശ്മീരിന്റെ കാര്യത്തിനകത്ത് ഇനി ഒരു തീരുമാനം എളുപ്പം തന്നെ ഉണ്ടാകണം. അപ്പം ഈ ട്രംപിന്റെ ഈ പ്രസ്താവനയും രാജ്നാഥ് സിംഗിന്റെ ഈ പ്രസ്താവനയും കൂട്ടി വാചിക്കുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് മനസ്സിലാകുന്നത് പാകിസ്ഥാനകത്ത് നടക്കുന്ന ആഭ്യന്തര കലഹത്തിൽ കൂടി പാകിസ്ഥാൻ ഏതാണ്ട് ഒരു മൂന്നായിട്ട് വളരെ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ വിഭജിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ മൂന്നായിട്ട് പിളരും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ബലൂചിസ്ഥാൻ മേഖലയിലെ ഏതാണ്ട് 38ഓളം പ്രവിശ്യകൾ അല്ലെങ്കിൽ നമ്മുടെ ജില്ലകൾ എന്ന് പറയുന്ന ജില്ലകൾക്കകത്ത് 9ഓളം ജില്ലകളിൽ ഇപ്പൊ തന്നെ ബലൂചിസ്ഥാൻ വിമോചനവാദികളുടെ കയ്യിലാണ്. കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന പല ഗ്രൂപ്പുകൾ, ഏതാണ്ട് 8ഓ 9ഓ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ വിമോചന അവരെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒന്നിച്ച് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നതിനും സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുമുള്ള അവരുടെ സ്വാതന്ത്ര്യ സമരം, അവരുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെ സ്വാതന്ത്ര്യ സമരം ബലപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ആ മേഖല, ബലൂചിസ്ഥാൻ മേഖല പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അതുപോലെ ഖൈബർ പത്തുങ്ക മേഖല, ഈ ഖൈബർ പത്തുങ്ക മേഖലയ്ക്കകത്ത് വളരെ കൂടുതലായിട്ട് അഫ്ഗാനികളുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവിടെ ഈ അവരുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രദേശമാണ്, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ കൂടുതലുള്ള ഇടമാണ്, അതുകൊണ്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ നാളുമായിട്ട് അതിന് സമ്മർദ്ദം ചെലുത്തി അവിടെ ഈ പറയുന്നത് പോലെ അവരുടെ കടന്നുകയറ്റം നടത്തുകയൊക്കെ ചെയ്തതാണ്. കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ കാണുന്നത്, അതായത് കടന്നു കയറിയിട്ടുള്ളവരുടെ പട്ടാളം കടന്നു കയറുന്നു,
അതുപോലെ തന്നെ ബലൂചിസ്ഥാന് വേണ്ടി വാദിക്കുന്ന തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. അത് പാകിസ്ഥാനിൽ വളരെ വിശാലമായിട്ട് നിൽക്കുന്നു. അത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പം ആ രീതിയിൽ ആ പ്രദേശവും ഏതാണ്ട് അഫ്ഗാൻ ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ കയ്യിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയൊക്കെ അഫ്ഗാന്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാക് ഒക്കുപൈഡ് കാശ്മീർ തീർത്തും ഒറ്റപ്പെടും. ഒറ്റപ്പെടും എന്ന് പറഞ്ഞാൽ അവിടേക്ക് പാകിസ്ഥാന് പിന്നെ കടന്നു കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ തന്നെ ഇപ്പൊ തന്നെ പാകിസ്ഥാന് കടന്നു കയറാൻ പറ്റുന്നില്ല. കാരണം ബലൂചിസ്ഥാൻ തീവ്രവാദികളൊക്കെ അവിടെ വലിയ കുഴപ്പത്തിലാണ്. അവിടെ ചെല്ലുന്ന അല്ലെങ്കിൽ പട്ടാളക്കാരെയൊക്കെ വളരെ കാലം കൊണ്ട് വളരെ നിഷ്ഠൂരമായിട്ട് പട്ടാളക്കാരെ അടിക്കുകയും ഇടിക്കുകയും അല്ലെങ്കിൽ കൊന്നു കളയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. പട്ടാളത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖല അഫ്ഗാന്റെ കയ്യിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണ്ട് 40% വരുന്ന ഏരിയ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ മേഖല അവരുടെ കയ്യിലും ഏതാണ്ട് POK ഈ പറയുന്ന ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാകുന്ന തീർത്തും ഇന്ത്യയുടെ ഭാഗമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ ഇപ്പൊ തർക്കത്തിലാണ് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പാകിസ്ഥാൻ ഏതാണ്ട് 3ആയിട്ട് പിളരുന്ന ഒരു രീതിയിലേക്ക് ഒരവസ്ഥയിലേക്ക് പോകും. അതായത് അതിനകത്ത് നടക്കുന്ന ഈ വിഷയങ്ങൾ ഒരു നയതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്രമൊന്നും ഇന്ത്യക്കില്ല. അതിനകത്ത് നടക്കുന്ന ഒരു നയതന്ത്രം അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിനകത്ത് ഈ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അഫ്ഗാന്റെ കടന്നുകയറ്റവും ഇതിനൊക്കെ ബലം നൽകുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും റോയും ഒക്കെയാണെന്ന് പരക്കെ സംസാരമുണ്ട്. പക്ഷെ അതിനകത്ത് ഇന്ത്യ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് അതിനുള്ള പിന്തുണയ്ക്കുള്ള തെളിവ് പാകിസ്ഥാന് കൊടുക്കാൻ സാധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ അടുത്ത സമയങ്ങളിൽ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബാക്ക്ഡോർ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ബാക്ക്ഡോർ ചർച്ച മാറ്റിയിട്ട് ഒരു രാജ്യത്തോട് ചർച്ച ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ പ്രതിനിധി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അതല്ലാതെ ഈ പറയുന്ന മ്യാൻമറിനകത്ത് ഉള്ള ഈ ബോർഡറിലൊക്കെ ഉള്ള കടന്നുകയറ്റത്തിനോ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലുള്ള ഈ ബലൂചിസ്ഥാൻ വാദികളുമായിട്ടുള്ള ഇന്ത്യയുടെ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ആ ബലൂചിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇന്ത്യ കൊടുക്കുന്ന സപ്പോർട്ടിനോ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഔദ്യോഗികമായിട്ട് അവർക്ക് സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ തെളിവ് കൊടുക്കാനോ രാജ്യാന്തര രീതിയിൽ തെളിവ് കൊടുക്കാനോ ഒന്നുമുള്ള സംവിധാനമില്ല. ഏതായാലും ഇവർ ശക്തമാകുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര വിഷയം മറ്റു രീതിയിൽ അതിനകത്തുള്ള ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അത് അൽ-ഖൈദ രൂപത്തിലായാലും അല്ലെങ്കിൽ മറ്റു പല ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അതിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ ഈ പാകിസ്ഥാനിനകത്ത് നിരന്തരം സമരം. നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സംസാരിക്കും. പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാഹനങ്ങൾ വരുന്ന കോറിഡോറൊക്കെ ആഴ്ചകൾ കൊണ്ട് ഈ ആൾക്കാർ ജനകീയ സമരമാണ് അവിടെ ഉപരോധിച്ചിരിക്കുകയാണ്. ഒന്നാമതേ പാകിസ്ഥാനിൽ പട്ടിണി കൊണ്ട് നൊയമ്പ് സമയത്ത് പോലും പട്ടിണി കൊണ്ട് പാകിസ്ഥാനകത്ത് വളരെ വലിയ പ്രശ്നമുള്ളപ്പോൾ ആഹാരം ഉൾപ്പെടെയുള്ള ട്രക്കുകൾ ആഴ്ചകളായിട്ട് കിലോമീറ്റർ ആയിട്ട് തടഞ്ഞിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതായത് അവരുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രക്ക് തടഞ്ഞിട്ടിരിക്കുന്ന ആഭ്യന്തര വിഷയം അല്ലെങ്കിൽ അവിടുത്തെ സമര പോരാളികൾ അതിനകത്ത് പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഉണ്ട്. അതിനകത്ത് ഇമ്രാൻഖാന്റെ പ്രതിപക്ഷം ഇപ്പൊ പിടിച്ചകത്തിട്ടിരിക്കുന്ന മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടിയുണ്ട്. ചില ഈ പറയുന്ന ടെററിസ്റ്റ് സംഘടനകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളവർ പറയുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം മതി ഇവിടുത്തെ ഏത് രീതിയിലുള്ള ചലനം. അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ രീതിയിലും പാകിസ്ഥാനകത്ത് അല്ലെങ്കിൽ പാകിസ്ഥാന് മുന്നോട്ടുള്ള പോക്കിനെ യാതൊരു രീതിയിലും ഒക്കുന്ന ഒരവസ്ഥയില്ല. ഈ കാര്യങ്ങൾ ഇപ്പൊ ബലൂചിസ്ഥാൻ മേഖലയിലെ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ വിമോചനവാദികൾ വാദിക്കുന്ന ഈ പറയുന്ന ഖൈബർ പഖ്തൂൺഖ്വയിൽ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അതിനോടുകൂടി POK ഇന്ത്യയിൽ ലയിക്കണമെന്ന് പറയുമ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ ആയിട്ടുള്ള അഫ്ഗാൻ ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കകത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്ത് ഏത് രാജ്യത്തിനകത്ത് ഒരു പ്രശ്നമുണ്ടായാലും ലോകക്രമം അനുസരിച്ച് ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ രാജ്യങ്ങൾ ഒന്നാമത് ഇസ്ലാമിക രാജ്യം ഒക്കെ ഇടപെടുന്ന ഒരവസ്ഥയുണ്ട്. പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായിട്ട് പോലും ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക രാജ്യം പോലും പാകിസ്ഥാന് പിന്തുണ കൊടുക്കാൻ നിൽക്കാത്തൊരവസ്ഥ. അത് തന്നെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ഇന്ത്യക്കിടെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പോരാടുന്ന അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ചാൽ പാകിസ്ഥാൻ അതാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അതുപോലെ തന്നെ ബംഗ്ലാദേശിനകത്ത് ഒരു
കലാപം ഉണ്ടായി, അവിടുത്തെ ഭരണം പോയിട്ട് യുനെസിന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ അരക്കൻ ആർമിയുടെ രൂപത്തിലായാലും അല്ലെങ്കിൽ അതിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ അതിനകത്തെ പ്രശ്നങ്ങൾ ഈ രണ്ട് രാജ്യത്തിനകത്തെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യാതൊരു കാര്യത്തിനകത്തും ഒരു രാജ്യവും അവരെ സപ്പോർട്ട് ചെയ്ത് പറയാനോ അവരെ സഹായിക്കാനോ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. അതായത് അവർക്ക് സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. അത് മുൻപത്തെ കാലത്തിനകത്തും വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ ഒരു കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രീതി ലോകം അവലംബിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ലോകത്തോടുള്ള മറ്റു രാജ്യങ്ങളോട് അല്ലെങ്കിൽ ലോകക്രമത്തോടുള്ള ഒരു നയതന്ത്ര ബന്ധമാണ്. അത് നയതന്ത്ര ബന്ധവും ഇന്ത്യയുടെ വളർച്ചയുമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഈ നയതന്ത്ര ബന്ധം ഇന്ത്യയുമായിട്ട് പല രാജ്യങ്ങൾക്കും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ നിൽക്കുന്നത്, ഇന്ത്യക്കെതിരെ പോരാടുന്ന രാജ്യങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവരുടെ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിന്നാലും ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ട് നിന്നാലും അവരെ കൊണ്ടൊന്നും നാളെ കാലത്ത് ഒരു പ്രയോജനവുമില്ല. ആ പ്രയോജനം ഉണ്ടാവണമെങ്കിലും എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിലും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അഭിപ്രായം പറയാൻ മടിക്കുന്ന ഒരവസ്ഥ. മാത്രമല്ല നയതന്ത്ര വിജയം, ഈ പറയുന്ന നമ്മുടെ നയതന്ത്രം അല്ലെങ്കിൽ നയതന്ത്രം കണ്ടിട്ട് ചൈന പോലും കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് പറഞ്ഞ ഈ മോദിയുടെ നയതന്ത്രം നമ്മളെ ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ മോദിയുടെ നയതന്ത്രം നമ്മളെ അതിശയപ്പെടുത്തുന്നു. ഒരു ശത്രുവായിട്ട് നിൽക്കുന്ന രാജ്യവും മിത്രമായിട്ട് നിൽക്കുന്ന രാജ്യവും എല്ലാ രാജ്യവുമായിട്ടും ഈ പറയുന്ന മോദിക്ക് ഒരേ അടുപ്പമാണ്, ഇന്ത്യക്ക് ഒരേ അടുപ്പമാണ്. അതിന് ഉദാഹരണം അവർ പറഞ്ഞു, ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് അടുപ്പമുണ്ട്, ഇറാനുമായിട്ടും അടുപ്പമുണ്ട്. രണ്ട് രാജ്യത്തിനകത്ത് രണ്ട് രാജ്യങ്ങൾ പരസ്പരം ശത്രുവായിട്ട് നിന്ന് വളരെ കാലം കൊണ്ട് പോരടിക്കുമ്പോൾ ആ രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുന്നത് രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ്. ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ഇറാനിനകത്ത് നമുക്ക് പോർട്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വളരെ കാലം മുമ്പേ ഇപ്പോഴുള്ളതുപോലെ പഴയതുപോലെ ആ രാജ്യവുമായിട്ട് വ്യവസായവും അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് ഇന്ത്യ ആഗ്രഹിക്കുന്ന, അപ്പൊ കാശ്മീർ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുമ്പോൾ 370-ാം വകുപ്പ് അവിടെ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ഇലക്ഷനൊക്കെ കണ്ടതാണ് 5% വോട്ട് ചെയ്യാത്തടത്ത് ഏതാണ്ട് 50-60% വോട്ട് ചെയ്ത് അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമായിട്ട് പാലിച്ച് ഒരു ഗവൺമെന്റ് വന്നു. അതിനുശേഷം ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒമർ അബ്ദുള്ളയൊക്കെ പഴയ ശൈലിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിൽ പോലും വ്യത്യാസം വരുത്തി പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം കാശ്മീരിന്റെ വിഷയത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്ക് അനുകൂലമായിട്ട് ചിലപ്പോഴെങ്കിലും അഭിപ്രായം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് കാശ്മീർ മുഖ്യമന്ത്രി മാറുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം ഈ പറയുന്നത് പോലെ ആ കാശ്മീർ വിഷയം പൂർണ്ണമായിട്ട് സമാധാനം ഉണ്ടായി, ഇന്ത്യയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പാകിസ്ഥാനിലെ കടന്നുകയറ്റം അവിടെ ഇല്ലായ്മ ചെയ്ത് വരുന്നതിന്റെ കൂടെ POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, നമ്മൾ എന്നും നമ്മുടെ ഭാഗമാണെന്നും കാശ്മീരിന്റെ ഭാഗമാണെന്നും അത് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണെന്നും പറയുന്ന ആ ഭാഗം നമ്മളുടെ ഇതിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥ. അതായത് യാതൊരു യുദ്ധവുമില്ലാതെ, ആൾക്കാർ നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാതെ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ട് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. കാരണം ആ സ്ഥലം എപ്പോഴെങ്കിലും ഇന്ത്യയുടേതാണെന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാനകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ കൂടി തന്നെ പാകിസ്ഥാൻ പിളർന്നു പോവുകയും ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള സംവിധാനം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ട്രംപ് പറഞ്ഞതുപോലെ അവിടെ പോകണ്ട, ഖൈബർ പത്തൻഖൽ മേഖലയിൽ പോകണ്ട, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ പോകണ്ട, അവിടെ സുരക്ഷിതമല്ല, അവിടെ ഈ അമേരിക്കൻ പൗരന്മാർ ചെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം പറയാൻ അവിടുത്തെ ഗവൺമെന്റിന് ഇപ്പൊ സാധിക്കത്തില്ല. അതിനോട് ആ പ്രസ്താവനയോട് കൂടെ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകാൻ പോകുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്ന പാകിസ്ഥാൻ അതിവിദൂരമല്ലാതെ ലോക രാജ്യങ്ങൾ പറയുന്നത് പോലെ ഒരു 3ആയിട്ടോ 4ആയിട്ടോ പിളരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പൊ കാണുന്ന പാകിസ്ഥാൻ 3ഓ 4ഓ എന്നറിയത്തില്ല, ഏതായാലും 3ആകും. അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അതിന്റെ വഴിക്ക് പോകും, ബലൂചിസ്ഥാൻ മേഖല അതിന്റെ വഴിക്ക് പോകും, ഖൈബർ പത്തൻഖ മേഖല അഫ്ഗാൻ ആഗ്രഹിക്കുന്നതോടെ അവരുടെ ഭാഗമായിട്ട് പോകും. ബലൂചിസ്ഥാൻ മേഖല പോയി കഴിയുമ്പോൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടും. ബലൂചിസ്ഥാൻ മേഖല പാകിസ്ഥാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ പറയുന്ന പോലെ ആ പ്രദേശത്തുള്ള ഈ പല രീതിയിലുള്ള വരുമാന മാർഗവും ഉണ്ടെന്ന് കണ്ടാണ് ആ വരുമാന മാർഗവും ഒക്കെ ഇല്ലാതായി അതൊരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറും. വേണമെങ്കിൽ അവർക്ക് നാളെ കാലത്തെ പണ്ട് ആഗ്രഹിച്ചതുപോലെ ഇന്ത്യയുടെ കൂടെ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ട് പോകുന്നതിന് അവർക്ക് താല്പര്യമുണ്ട്. ഒരു പക്ഷേ അത്
ഇപ്പൊ ഇന്ത്യ അതിനെ അനുവദിക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ആ വിഭജനത്തിന് ഇതുവരെ നമ്മൾ ഒന്നിനകത്തും നമ്മളുടെ പങ്കില്ല, പാകിസ്ഥാനകത്ത് നടക്കുന്ന വിഷയങ്ങൾക്കകത്ത് നമ്മൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവർ നമ്മളുടെ വിഭജനത്തിന് ശേഷം അവർ നമ്മളുടെ ഭാഗമായി വന്നാൽ ആ പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇതിന്റെ എല്ലാം പുറകിൽ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ ഇന്ത്യയാണെന്ന് വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഒരു രാജ്യത്തിനകത്തും കടന്നു കയറത്തില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപദ്രവിക്കാതെ നമ്മൾ ഒരു രാജ്യത്തെയും ഉപദ്രവിക്കത്തില്ല എന്ന ലോകത്തിന്റെ ഇടയ്ക്കുള്ള ഇമേജ് കളയുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാവത്തില്ല. ഏതായാലും പാകിസ്ഥാൻ പിളരുന്നു, മൂന്നാകുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്.